കായംകുളം കീരിക്കാട് തെക്ക് മുഴങ്ങോടിക്കാവ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനന്തു അജയന്റെ ഓർമ്മദിനത്തിൽ രക്തദാന ക്യാമ്പ്, സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ്, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ അജിത് കൃപ ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് എൽ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കായംകുളം കീരിക്കാട് തെക്ക് മുഴങ്ങോടിക്കാവ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ പ്രവർത്തകനായിരുന്ന അനന്തു അജയന്റെ ഓർമ്മദിനത്തിൽ ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും, കായംകുളം ആസ്റ്റർ ലാബും കായംകുളം ഇസാറ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി എന്നിവയുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. മുഴങ്ങോടിക്കാവ് ശ്രീദേവി ലൈബ്രറി ഹാളിൽ നടന്ന ക്യാമ്പ് സാമൂഹ്യ പ്രവർത്തകൻ അജിത് കൃപ ഉദ്ഘാടനം ചെയ്തു. രക്തദാനത്തിന്റെ ഒരു ഭർത്താവാണ് ഞാൻ കാരണം 3 മാസത്തിൽ ഒരിക്കൽ 4 ആൾ ജീവിതത്തിന്റെ പുതിയ പ്രതീക്ഷയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത് ഒരു മഹത്തരമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കഴിഞ്ഞ 17 വർഷങ്ങൾക്ക് മുൻപ് ആകസ്മികമായി കരുനാഗപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അപകടത്തിൽപ്പെട്ട് കടന്നു വരുന്ന അമ്മയുടെ ഏക മകനെ രക്തം കിട്ടാതെ മരിച്ചു പോകുന്ന അനുഭവത്തിന്റെ സാക്ഷിയായി അന്ന് എന്റെ ഉറക്കം കളഞ്ഞ ഒരു രാത്രിയിൽ എന്റെ ഉറക്കം കളഞ്ഞ ഒരു കാര്യമാണ് ഈ രക്തദാനം എന്ന് പറയുന്നത്. ഒരാൾ വീണ് കിടന്നാൽ അയാളെ എനിക്ക് എന്റെ പരിമിതി കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒരാളെ രക്തദാനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ 4 ആളെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ കഴിയുന്ന ഏറ്റവും മഹത്തരവും ലളിതമായ ഒരു കാര്യമായിട്ടാണ് അന്ന് ഞാൻ ഈ രക്തദാനത്തെ കണ്ടത്. പക്ഷേ അതിനുശേഷം 2 ലക്ഷത്തോളം ആളുകൾക്ക് പലരുടെയും സഹായം കൊണ്ട്, യുവാക്കളുടെയും പല ഈ പ്രവർത്തകരുടെ ഒക്കെ സഹായം കൊണ്ട് 2 ലക്ഷത്തോളം ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇതുപോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട അനന്തുവിന്റെ മനസ്സുള്ള ഈ നാടിന്റെ ഏറ്റവും നന്മയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ സ്നേഹവും കരുതലും കൊണ്ട് തന്നെയാണ്. ഇന്ന് അനന്തു അജയന്റെ ഓർമ്മദിനം ആണ്. സാധാരണ നമുക്കറിയാം, ഒരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ കാര്യം ഓർക്കുന്നത് എപ്പോഴും അവരുടെ നല്ല സന്തോഷം നിറഞ്ഞ. കൂട്ടായ്മ പ്രസിഡന്റ് എൽ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. അനന്തുവിന്റെ പിതാവ് അജയൻ മുഖ്യ സാന്നിധ്യമായിരുന്നു. അധ്യാപകരായ മഞ്ജു വി മധു, DC സിന്ധു, A ഷറഫുദ്ദീൻ, MH രമേശ് കുമാർ, യുവഭാരത് പ്രസിഡന്റ് S മണിലാൽ, ലൈബ്രറിയൻ VS സന്തോഷ് കുമാർ, RG അഖിൽ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KB ബിനു നന്ദി പറഞ്ഞു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.